അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സംശയമായിരുന്നു, ഭജനോ ഈ കുട്ടികളോ എന്തായിരിക്കും ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലൊന്നും ഒരു റിഹേഴ്സൽ വരുമ്പോൾ അവരുടെ വേഷവിധാനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. ഒട്ടും ട്രഡീഷണൽ ആയിരിക്കില്ലല്ലോ. നാണിച്ചു പോയി എന്ന് പറയാൻ ഞാൻ പേഴ്സണലായിട്ട് പ്രത്യേകിച്ചു അതിമനോഹരമായിരുന്നു. ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാം. വളരെ അതിമനോഹരമായിട്ടായിരുന്നു അവരുടെ പെർഫോമൻസ്. എന്റർടൈൻമെന്റ് ആണോ അതോ ഭക്തിയാണോ നിങ്ങൾ ഇതിനെ മുകളിൽ കാണുന്നത്? വാസ്തവത്തില് ഭക്തിയാണ് പ്രാധാന്യം, ഒരു സംശയമില്ല. ഭക്തി സംഗീതം എന്ന് പറയാം. സംഗീതത്തിന് തനത് സംഗീതമുണ്ട്. നമുക്ക് ബേസിക്കലി സംഗീതത്തിനോടുള്ള ഭക്തിയാണ് എല്ലാവർക്കും ഇവിടെ കൂടുതൽ. വാസ്തവത്തിൽ വെല്ലുവിളി ഞങ്ങൾക്കായിരുന്നു. കാരണം നിലവാരത്തിലേക്ക് പിടിച്ചു നിൽക്കുക എന്നത് വെല്ലുവിളി. അത് ഞങ്ങൾ അതെ. അപ്പോൾ മന്ത്ര ഭജൻസിന്റെ നെടുന്തൂണായ ഓർക്കസ്ട്ര ടീമും നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരാദ്യമേ പറഞ്ഞിരുന്നു സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, എന്നാലും ഞങ്ങളെ വഴക്കൊന്നും അറിയില്ല എന്നൊക്കെ. വഴക്ക് പറയാത്തതാണോ അതോ അവർ അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ? അവര് സൂപ്പർ നന്നായിട്ട് പാടുന്നുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊന്നും നല്ല പിള്ളേരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, എന്നാലും കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കറക്റ്റാണ്. നമ്മൾ ചെറിയ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഗാനമേളയിൽ നിന്ന് ഭജൻസിലേക്ക് മാറുമ്പോൾ ഈ ഷിഫ്റ്റ് വരുന്നുണ്ടോ? ഈ ഓർക്കസ്ട്ര ടീമിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ചേഞ്ച് ഉണ്ടോ? വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കലാരൂപമാണ്, ഒരു ഭക്തി ചേർന്നുകൊണ്ടുള്ള കലാരൂപമാണ് ഭജൻ എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഭജൻ പ്രോഗ്രാമുകൾ നമ്മളുടെ ക്ഷേത്രവേദികളിൽ ഉള്ളതാണ്. അതിന് വാസ്തവത്തിൽ ഇപ്പോൾ അടുത്തിടെ എന്ന് തന്നെ പറയാം, അതിനെ ആധുനികവൽക്കരിച്ചു എന്നതാണ് ഉണ്ടായിട്ടൊരു മാറ്റം. ഇങ്ങനെ ആധുനികവൽക്കരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഭക്തി രസത്തിന് പ്രാധാന്യം ഒരിക്കലും കുറയാത്ത രീതിയിൽ ആകണമല്ലോ അതിന് പരിഷ്കരിക്കുമ്പോൾ. അത് വളരെ വൃത്തിയായി ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഭജൻ സംഘത്തിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അത് പരമാവധി ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഈ പാശ്ചാത്യ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സംഗീതം അതിനെ കവർ ചെയ്യാതെ നിൽക്കേണ്ടതുണ്ട്. അതേസമയം ഹാർമണി നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഇത് അത്യാവശ്യവുമാണ് താനും. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഭക്തിരസത്തെയോ അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനമായിട്ടും കർണാടിക് രാഗങ്ങളിൽ ആസ്പദമാക്കിയിട്ടുള്ള കൃതികളായിരിക്കും ഉണ്ടായിരിക്കുക. അവയുടെ മേന്മൊട്ടും ചോർന്നു പോകാത്ത രീതിയിൽ ഭക്തിരസം നിലനിർത്തിക്കൊണ്ട് എന്നാൽ ആധുനികതയുടെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹാർമണിയോടുകൂടിയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആ വെല്ലുവിളി. ആ വെല്ലുവിളി ഒരു പരിധി വരെ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ ഭജൻ മിക്കവാറും ഭജൻ സംഘങ്ങൾക്കും അത് സാധിക്കുന്നുണ്ട്. അവരോടൊപ്പം ഞങ്ങൾക്കും പോകാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. സ്വീകാര്യതയിൽ നിന്നും അത് ഏതാണ്ടൊക്കെ അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നുണ്ട്. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും വയലിൻ, മൃദംഗം, ഫ്ലൂട്ട് തുടങ്ങിയവയാണ് ട്രഡീഷണൽ ഉപകരണങ്ങളായിട്ട് വരുന്നത്. ഒപ്പം തന്നെ ഈ സാധ്യത വെച്ചുകൊണ്ട് ഇതിനൊരു ആധുനികവൽക്കരണം നടത്തുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കീബോർഡ് എന്ന് പറയുന്ന പാശ്ചാത്യ ഇലക്ട്രോണിക് ഉപകരണം ഒട്ടും ഓവർടേക്ക് ചെയ്യാത്ത രീതിയിൽ എന്നാൽ അതിമനോഹരമായിട്ട് അതിനെ സമന്വയിപ്പിക്കാനായിട്ട് കീബോർഡ്, ഇദ്ദേഹമാണ് സുധീർ മാസ്റ്ററാണ് കീബോർഡ് പ്രയോഗം. അതിനൊപ്പം വളരെ ഭംഗി ഹാർമണി നിലനിർത്താനായിട്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇലക്ട്രോണിക് പാഡ്, ഈ ഡ്രമ്പുകൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഇഫക്റ്റുകൾ നൽകാനും അതിൻ്റെ സാധ്യതകൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ. ഓക്കെ. ഈ ഇവരുടെ ഒപ്പം വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഏതായിരുന്നു നിങ്ങളുടെ? ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അത് ശരിക്കും ഒന്നും ഇല്ലാതെ പറയാം. അതായത് തികച്ചും ഒട്ടും പരിചയമില്ലാത്ത ആളുകളെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. വർഷങ്ങളായിട്ട് പല ഓർക്കസ്ട്ര ഫീൽഡുകളിലും ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത്തരം ഫീൽഡുകളിലൊന്നും കാര്യമായ ഇടപെടലുകൾ വരാത്ത കുട്ടികളാണ്
കുട്ടികളെന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ, അവര് ആയിരുന്നു അതിലുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സംശയമായിരുന്നു, ഭജനോ ഈ കുട്ടികളോ എന്തായിരിക്കും ചെയ്യുക. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലൊന്നും റിഹേഴ്സൽ വരുമ്പോൾ അവരുടെ വേഷവിധാനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്, ഒട്ടും ട്രഡീഷണൽ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയത്താളാണ് വന്നത് എങ്കിൽ പോലും നാണിച്ചു പോയി എന്ന് പറയാൻ ഞാൻ പേഴ്സണലായിട്ട് പ്രത്യേകിച്ചു അത് അതിമനോഹരമായിരുന്നു. ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. വളരെ അതിമനോഹരമായിട്ടായിരുന്നു അവരുടെ പെർഫോമൻസ്. അത് നോക്കുമ്പോൾ നമ്മളാണോ അല്പം പുറകിൽ കുറേ കാലങ്ങളായിട്ട് ഉപകരണം കൊണ്ട് നടക്കുന്നത് എന്ന് പോകുന്ന പലരുണ്ടായിരുന്നു. അത്രയും അതിശയോക്തി ഒന്നുമില്ലാതെ പറയാനായിട്ട് അത്രയും ഭംഗിയായിട്ട് പാടാനായിട്ടും ഈ പറഞ്ഞ പോലെ ടെക്നോളജിയെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾ സാധിക്കും. കാരണം പാടുമ്പോൾ ഒരുപാട് ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് സൈഡുകളുണ്ട്. ഇതൊക്കെ കാര്യമായി ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ലെന്ന് കാരണം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ അവർക്ക് ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം യാതൊരു വെല്ലുവിളിയുണ്ട്. വാസ്തവത്തിൽ വെല്ലുവിളി ഞങ്ങൾക്കായിരുന്നു എന്ന് പറയും. കാരണം ആ നിലവാരത്തിലേക്ക് പിടിച്ചു നിൽക്കുക എന്നാണ് വെല്ലുവിളി. അത് ഞങ്ങൾ എഫർട്ട് എടുത്തുകൊണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തതിന്റെ പ്രസീദ് എന്ന് പറയുന്നത് അത് വളരെ ശ്രമകരമായ ഒരു കാര്യം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വലിയ തിരക്കേറിയ വ്യക്തിയാണ്. പക്ഷേ പാട്ട് പാടാറില്ല. പക്ഷെ പാട്ടിന്റെ പൂർണ്ണമായ അനുഭവം ആളുടെ ബ്രെയിനിലുണ്ടെന്ന് പറയാം. അതുകൊണ്ട് പാട്ട് പാടുന്നത് കണ്ടിട്ടില്ല. ആള് പാട്ട് ആസ്വാദകനാണ്. ആള് പാട്ട് പാടില്ല, പക്ഷെ ആള് പറഞ്ഞു തരും, നന്നായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യും. അറിവ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ സദസ്സിന്റെ ഇടയിൽ നിന്ന് മുഖം നോക്കി മനസ്സിലായി. അപ്പൊ ഞാൻ ഓർത്തു പാട്ടിനെ പറ്റി ഭയങ്കരമായി അറിയുന്ന നന്നായി പാടുന്ന ഒരാളായി. അറിയാം, പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആള് നമ്മളോട് പാടും നന്നായി പാടും. പക്ഷെ ആൾക്ക് കഴിയുന്ന രീതിയിൽ ആള് മനോഹരമായിട്ട് പാടുന്നുണ്ട്. പക്ഷെ ആള് നല്ല ആസ്വാദകനാണ്. നമുക്ക് എല്ലാതും ഇങ്ങനെ സജഷൻസ് ഒക്കെ പറയാൻ ബെസ്റ്റാണ്. അതെങ്ങനെ കാണുന്നു എന്നുള്ളത് പുള്ളി ഇവിടെ പാട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്ന് ആൾ ഇത് ഇങ്ങനെ നിന്നിട്ട് കേൾക്കും. അത് ചിലപ്പോൾ കുറച്ചടുത്ത് നിന്ന് ഞങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം കുറച്ച് മാറി നിന്നിട്ട് കേൾക്കും. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയും, ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പൊ അത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ആള് പാട്ട് പാടില്ല, പക്ഷെ അത്യാവശ്യം പാടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാം അറിയുന്ന ആളാണ്. അറിയാം. സാധാരണ ഒരു ഓർക്കസ്ട്ര ഒക്കെ നടത്തുമ്പോൾ ഞങ്ങൾ കാണാറുള്ളതാണ് അതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തിയെ ആയിരിക്കും ഒരുപക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഫോട്ടോയിൽ ഉൾപ്പെടുത്തുക. ഒരുപക്ഷെ ഒരു ആഡോ സോഷ്യൽ മീഡിയ ആഡോ എന്തോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിനാണ് മിക്കവാറും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കമേഴ്ഷ്യൽ താല്പര്യത്തോടു കൂടിയിട്ടായിരിക്കും ഇത് ചെയ്യാറുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖമോ ചിത്രമോ ഓരോ പ്രൊപ്പഗാൻഡയിലും ഉൾപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുന്നു. ഇതാ ഇവിടെയും ഒരു ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നു, അദ്ദേഹം അത് അത്തരം വ്യക്തികൾ തീരെ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ, പക്ഷെ എല്ലാ ഐഡിയകളും അദ്ദേഹമാണ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു വസ്തുത മാർക്കറ്റിൽ ഇറക്കുമ്പോൾ, മാർക്കറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് വിജയിക്കുമോ എന്നുള്ളത് വേദിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് പറയാനായിട്ട് കഴിയുന്നുണ്ട്, അത് വിജയിക്കുമോ പരാജയം. അപ്പോൾ നമുക്ക് തോന്നുന്നു അത് ശരിയാണോ, പക്ഷേ അത് ഫീൽഡിൽ ഇറങ്ങി അവതരിപ്പിക്കുക അറിയാം അദ്ദേഹം പറഞ്ഞതൊക്കെ ഏതാണ്ട് കറക്റ്റായിട്ട് പറയും. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് തികച്ചൊരു അത്ഭുത പ്രതിഭാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തൻ്റെ മുഖം കാണിക്കാതെ എന്നാൽ ഇതിൻ്റെ കോർ പോയിന്റ് ആയിട്ട് നിൽക്കുന്ന മെയിൻ പ്രോസസ്സറായി നിൽക്കുക. അത് പുറത്തു വയ്ക്കാറില്ലല്ലോ പ്രോസസ്സർ. അത് ആ എല്ലാ ചൂടും അനുഭവിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണമെന്നാണ് കരുതുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നു, നിങ്ങളെ എല്ലാം ചേർത്ത് വെക്കുന്നു, പാട്ട് സെലക്ട് ചെയ്യുന്നു, ഇതിനെല്ലാം സജഷൻസ് പറയുന്നു, എന്നാലും പ്രത്യേകിച്ച് ക്രെഡിറ്റ് ഒന്നും വേണ്ടാത്തൊരു വിഷയം. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ ചാച്ച എല്ലാത്തിനും ബാക്കിൽ നിൽക്കുകയുള്ളൂ, സ്റ്റേജ് മേലേക്ക് വരില്ല. അത്രയും വളരെ ചുരുക്കമായിട്ട് മാത്രമേ ചാച്ച സ്റ്റേജ് മേലേക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ആള് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്കെ. ഓഡിയൻസിന്റെ ഫീഡ്ബാക്കും അങ്ങനെ തന്നെയായിരിക്കും. അതെ, 2008 മുതൽ ഞാനാണ് ഒരു ഫസ്റ്റ് കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമുതൽ ഇത് തന്നെയാണ്. ഈ ബാക്കിയുള്ള റിലേറ്റീവ്സിന് പുറത്തുള്ള ആൾക്കാരെ ചൂസ് ചെയ്തത് എങ്ങനെയാണ്?
തന്നെയാണ്. കംപ്ലീറ്റ് അതായത് ഒന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ അതിങ്ങനെയാവണമെന്നൊരു വിഷൻ ആദ്യം ഉണ്ടായിരിക്കണം എന്തായാലും. അതിനനുസരിച്ച് ആദ്യം അദ്ദേഹവുമായിട്ട് പരിചയമുള്ള ചില ആളുകളുമായിട്ട് സംസാരിക്കുന്നു. അവരോട് ചോദിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ കാണുന്ന വ്യക്തിത്വം അവരുടെ എങ്ങനെയായിരിക്കണം അതിൻ്റെ അതന്വേഷിച്ച് ആ ആളോട് അന്വേഷിച്ച് അവരിൽ നിന്നുമാണ്. പക്ഷെ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് തന്നെ അന്ന് സെലക്ട് ചെയ്ത എല്ലാവരും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുണ്ട്. ആരും ഇതിനകത്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയും പുതുതായിട്ട് ഇൻപുട്ടുകളോ ഇന്നില്ലാത്ത രീതിയിൽ അത് ആ ടീം തന്നെയാണ് നിലനിർത്തി. കാരണം നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാവും. അപ്പോൾ അതിനാണ് തുടങ്ങുന്നത്. ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന നാട്ടിൻപുറത്തൊരു ക്ലബും കാര്യങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് അറിയുന്നതാണ്. അപ്പം അങ്ങനെ പ്രസിദ്ധങ്ങൾ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ നമ്മൾ കളക്റ്റീവിൽ ഇറങ്ങി നമ്മൾക്കറിയാവുന്ന സിംഗേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ നാട്ടിൻപുറത്തുള്ളതും പിന്നെ പരിചയക്കാരായിട്ടുള്ള ബന്ധുക്കാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു. പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് ഒന്നും ഉണ്ട്, പാട്ടിന് വേണ്ടി കുറച്ച് ആൾക്കാർ. എല്ലാവരും ഒരു ഫാമിലിയാണ്. ഫാമിലി പോലെയല്ല, ഫാമിലിയാണ്. നമുക്കങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതെ അതെ, ഞങ്ങള് പരസ്പരം അങ്ങോട്ടോട്ട് എന്നും കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ്. പരിപാടി ഇല്ലെങ്കിൽ പ്രാക്ടീസ് ഇല്ലെങ്കിലും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യവിധങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ. അതെ. അപ്പൊ ഈ പാടുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്നും പാടിപ്പോയാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? അത് സ്വാഭാവികമായിട്ട് വേദികൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്രൂപ്പാണ്. എല്ലാവരും നല്ലപോലെ പാടുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് പാടിപ്പോയി. കാരണം പൂർണ്ണമായിട്ട് ഭജൻ സംഘത്തിൽ എല്ലാവരും ഫുൾ ടൈം തൻ്റെ സ്വരം ഉൾപ്പെടുത്തണമെന്നില്ല. അല്പം റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് 1, 2, 3 പേര് തന്നെ പാടിപ്പോയാൽ തന്നെയും മെയിനായിട്ടുള്ള ഒഴുക്കിനൊപ്പം പതുക്കെ അവർ വന്നു ചേരും. അതുകൊണ്ട് സോളോ ഗാനം പാടുന്നത് പോലെയുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഇവിടെ വരുന്നില്ല. നമുക്ക് വരാറുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ കാര്യങ്ങളാണ്. പെട്ടെന്ന് കേബിളിന് തകരാറുകൾ സംഭവിക്കുന്നു. നേരത്തെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫീഡ്ബാക്ക് കിട്ടാതെ വരുന്നത് ഏറ്റവും വലിയ തലവേദനയാണ്. പലപ്പോഴും പല ഭജൻ സംഘങ്ങളെയും നമ്മുടെ എല്ലാം ഉദ്ദേശിച്ച് പല കുറ്റപ്പെടുത്താനുള്ള ഒരു വസ്തുതയാണ് ശ്രുതി ശരിയാവുന്നില്ല. വളരെ കളിയാക്കുന്നവർ കണ്ടിട്ടുണ്ട്. അതായത് ശ്രുതിയില്ലാതെ. പക്ഷെ അത് വാസ്തുവിൽ അത് ടെക്നിക്കൽ കാര്യമാണ്. അതോടെ അതായത് അവിടെ നമുക്കറിയാം മോണിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്നിൽ വെക്കുന്ന സ്റ്റേജിൽ വെക്കുന്ന സ്പീക്കറുകൾക്ക് ലെവല് വോള്യം വർദ്ധിപ്പിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അത് ഓപ്റ്റിമായിരിക്കണം. താഴ്ന്നാൽ കിട്ടില്ല, കൂടിയാൽ തിരിച്ച് മൈക്രോഫോണിലേക്ക് ക്യാച്ച് ചെയ്യുന്ന ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ ലെവലിംഗ് കീപ്പ് ചെയ്യാന്ന് വളരെ പ്രധാനപ്പെട്ട പല വേദികളിലും അത് സാധിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ശ്രുതി മാറിപ്പോവുക എന്ന് പറയുന്ന വാസ്തവത്തിൽ പാടാൻ അറിയാത്ത ഒരാളുകളായിട്ടല്ല അത് ടെക്നിക്കലായിട്ട്. ശരിക്കും മോശം അനുഭവം ഉണ്ടായ വിഷമം ഉണ്ടായ സ്റ്റേജുകളുണ്ടോ? അങ്ങനെ എടുത്ത് പറയാനില്ല. ചില വേദികൾ ഭയങ്കരമായ സന്തോഷം തോന്നിക്കും. അപ്പൊ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ അത്രത്തോളം സന്തോഷം തോന്നാത്തതെല്ലാം എന്ന രീതിയിൽ പറയാമെന്നല്ലാതെ പലപ്പോഴും പല സന്ദർഭങ്ങൾ അപൂർവമായിട്ട് പ്രോഗ്രാം നടത്തുന്നത് വളരെ വൈകിയായിരിക്കും. നമ്മുടേതായ കാരണങ്ങൾ കൊണ്ടാവണമെന്ന്. ഉദാഹരണമായിട്ട് അവിടെ മറ്റ് വലിയ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വളരെ വൈകി പോവുക. അത് കഴിഞ്ഞ് നമുക്ക് 1 മണിക്കൂറിന് താഴെയെങ്കിലും നമുക്ക് സ്റ്റേജ് അറേഞ്ച് ചെയ്യാനും സൗണ്ട് ബാലൻസ് ചെയ്യാനും വേണ്ടി വരും. ഇത് എടുക്കുന്നതിന് മുമ്പ് തന്നെ കാണികളായി വന്നിരിക്കുന്നവർ അക്ഷമരായിത്തീരും. അങ്ങനെ വരും. അപ്പോൾ ഒരു തുടക്കത്തിൽ ഒരു അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കും. അത് വാസ്തവത്തിൽ നമ്മളുടെ മൂഡിനെ അല്പം തുടക്കത്തിൽ ബാധിച്ചേക്കാമെങ്കിലും പ്രോഗ്രാം തുടങ്ങി കഴിയുമ്പോൾ അത് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പുലിവാലാവുമോ എന്ന് തോന്നിപ്പിച്ച പല വേദികളും നമ്മുടെ അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ കൈയടികൾ വന്ന് വെട്ടിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഈ ഏറ്റവും താഴ്ന്നു പോയിട്ട് പെട്ടെന്ന് മുകളിലേക്ക് ഉയരുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി പോലെ തോന്നിയിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. പ്രസീദ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ആളെന്ന് പറയുന്ന വ്യക്തി വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് കമ്മ്യൂണിക്കേഷനുകൾ പരമാവധി കുറച്ചുകൊണ്ട് ഫോൺ നമ്പർ അധികം ആർക്കും നൽകാതെ ഒതുങ്ങിക്കൂടുന്നൊരു വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് എന്നാൽ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യണമല്ലോ, ഫീഡ്ബാക്കുകൾ എടുക്കണമല്ലോ. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടിയായ സ്ഥലവാസി കൂടിയായ അമൽ അവരുടെ ക്ലബ്ബ് മെമ്പറാണ് എന്ന ആളാണ് ഇതിന് കോർഡിനേറ്റ് ചെയ്യുന്നത്. അത് വളരെ പ്രൊഫഷണൽ സ്കില്ലോട് കൂടിയിട്ട് ഇത്രയും വലിയ ഒരു സെറ്റപ്പിനെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് കണ്ടെത്തിയ മറ്റൊരു അനുഭവം. പല മേഖലകളും സംഘങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത അനുഭവം. അതെ, കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു?
അത് പലതരം വിഭാഗത്തിൽപ്പെട്ട ഓഡിയൻസ് ഉണ്ട് എന്ന് പറയാലോ. അതായത് ഗാനങ്ങളിലെ ടെമ്പോ എനിക്ക് പ്രാധാന്യം നൽകി ഒന്ന് ചാടിത്തുള്ളാൻ ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. മറ്റൊന്നുമല്ല, വേറൊന്നെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് സംഗീത കുടുംബങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറയാം. നേരത്തെ അറിയുണ്ടായിരുന്നു തൃശ്ശൂർ ടൗണിനോട് ചേർന്നുകൊണ്ടുള്ള ക്ഷേത്രം ഏതായിരുന്നു, അത് പനമുക്ക് ക്ഷേത്രം എന്ന് പറയുന്നത്. അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ പരമ്പരാഗതമായിട്ട് മുന്നിലിരിക്കുന്നവർ മുഴുവൻ സംഗീതജ്ഞരായിരിക്കും. ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ പണ്ഡിതരായിരിക്കാം അവർ. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവർ വളരെ ഭക്തിപൂർവ്വം, നമുക്കും അല്പം ടെൻഷനാണ്, കാരണം നമ്മുടെ മുന്നിലിരിക്കുന്നത് സാധാരണക്കാരനല്ല. കാലങ്ങളായിട്ട് സംഗീത കുടുംബങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ ഇതുപോലുള്ള പല ക്ഷേത്രങ്ങളിലും അവതരിപ്പിക്കുമ്പോൾ അവരുടെ മനോഭാവവും അപ്രോച്ചും തികച്ചും വ്യത്യാസമാണ്. നേരത്തെ പറഞ്ഞ ഒരു മന്ത്ര തന്നെയായിട്ടാണ്, ഒരു മന്ത്രം പോലെയാണ് അത് അനുഭവിക്കുന്നതെന്ന് പറയാം. അത് നമുക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. അതിന് മറുതലാണ് നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ എല്ലാം മറന്നുകൊണ്ട് സാധാരണക്കാരായ ഭക്തിരസം കൊണ്ട് ആസ്വദിക്കാനും ചാടിത്തുള്ളാനും കിട്ടുമ്പോൾ കാണിക്കുന്ന പ്രവണതയിൽ നിന്നും കിട്ടുന്ന അനുഭൂതി വേറൊരു തരത്തിലാണ്. രണ്ടും അനുഭവിക്കുക എന്ന് പറയുന്നത് രണ്ട് ആംഗിളിൽ വളരെ സന്തോഷകരമാണ്. അതെ. അപ്പൊ ഇതില് എന്റർടൈൻമെന്റ് ആണോ അതോ ഭക്തിയാണോ നിങ്ങൾ ഇതിനെ മുകളിൽ കാണുന്നത്? വാസ്തവത്തിൽ ഭക്തിയാണ് പ്രാധാന്യം, ഒരു സംശയമില്ല. ഭക്തി സംഗീതം എന്ന് പറയാം. സംഗീതത്തിൽ തനത് സംഗീതമുണ്ട്. ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് സംഗീതമുണ്ട്, അതിന് തന്നെയാണ് പ്രാധാന്യം. പക്ഷെ അതേസമയം അത് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൽ ടേസ്റ്റുകളിൽ മാറ്റങ്ങൾ വരും. വേഗതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ എന്നാൽ തന്നെയും അതിനെ ഒരു നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട്, അതായത് ഒരിക്കലും ഒരു ജമ്പിങ് ആവാതെ പാരമ്പര്യത്തെ നിലനിർത്തി ഭക്തിരസത്തെ നഷ്ടപ്പെടുത്താതെ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ പ്രപ്പോർഷനിൽ ചേർത്തുകൊണ്ടുള്ള ഒരു ഭക്തിയുടെ കൂട്ട് എന്ന് പറയാം. ഭക്തിരസക്കൂട്ട് തന്നെയാണ് വേണ്ടത്. അതിൽ ഈ കാലഘട്ടത്തിൻ്റെതായ ചില ഫ്ലേവേഴ്സ് എന്ന് പറയാവുന്ന രീതിയിൽ ആ ഫ്ലേവേഴ്സ് നമ്മൾ ചേർക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് തന്നെ അനുകരിക്കാവുന്നതായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഭജൻ സംഘങ്ങളുണ്ട്. പലതും നമുക്ക് മാതൃകകളാണ്, വഴികാട്ടികളാണ്. അവരോടൊപ്പം നമുക്ക് വളരാനായിട്ട് എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതൊരു സുഖകരമായ ആ ഒരു പരസ്പര ധാരണയും ഹാർമണിയും രസകരമാണ്. അതെ. നേരത്തെ പമ്പാ ഗണപതിയാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ കുറേ പേര് അത് എന്റർടൈൻമെന്റ് സൈഡിലാണ് കാണുന്നത്. നിങ്ങൾ അതിനെ എന്റർടൈൻമെന്റ് ആയിട്ടാണോ അതോ ഭക്തി ആയിട്ടാണോ കാണുന്നത്? ഭക്തിയുടെ ഫാക്ടർ ആയിട്ടാണോ കാണുന്നത്? രണ്ട് തലമുറകളുടെ രീതിയിലാണ്. അതെ, രണ്ട് തരത്തിലാണ് അത് എൻജോയ് ചെയ്യാം. അത് കേൾക്കുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. നമുക്ക് ബേസിക്കലി സംഗീതത്തിനോടുള്ള ഭക്തിയാണ് എല്ലാവർക്കും കൂടെ കൂടുതൽ. അതുകൊണ്ട് നമ്മളത് കേൾക്കുന്ന ഓഡിയൻ ആരാണോ അവരുടെ പെർസ്പെക്റ്റീവിലിരിക്കും അതിൽ എൻജോയ്മെന്റ് എന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് പാട്ടാണ് വലുത്. അതെ. നമ്മുടെ പ്രോഗ്രാമിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് പാട്ട് മാത്രം പാടിയിട്ട് കാര്യമില്ല. പാട്ടിന്റെ കൂടെ ഉണ്ടാകുന്ന ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ആ എഫക്റ്റോടെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഫീൽ സ്റ്റേജിൽ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇമ്പാക്റ്റോടെ കൊടുക്കാൻ, ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേജിലും ഒരേ ഓഡിയൻസ് ആയിരിക്കണമെന്നില്ല. ചില ഓഡിയൻസിന്റെ ആ ഒരു റെസ്പോൺസ് അനുസരിച്ചിട്ട് ചില പാട്ട് ചില സ്ഥലത്ത് നല്ല സ്ലോയിൽ പാടുമ്പോഴായിരിക്കും കേൾക്കാൻ രസം. ചിലത് അവരതിൻ്റെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളോട് ആ ലൈവ് സ്റ്റേജിൽ ഇരുന്ന് തന്നെ അവർ നമ്മളോട് പറയും. ചില സ്പീഡ് കൂട്ടിയിട്ടാണ് അവർ സ്പീഡ് കൂട്ടും. അപ്പം ചില അമ്പലങ്ങൾ എന്ന് പറയുന്നത് എൻജോയും ഈ പറഞ്ഞ പോലെ നല്ല ഡാൻസ് ചെയ്യാനൊക്കെ വരുന്ന ഓഡിയൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഇത് കാണുമ്പോൾ അവർക്ക് നമ്മൾ സ്ലോ കൊടുത്തതിന്റെ കാര്യമില്ല. അപ്പൊ അതനുസരിച്ച് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് നമ്മളെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഓർക്കസ്ട്ര ആണ്. അവർ ആ ലെവലിൽ നമ്മുടെ ബീറ്റ് തരും. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ അതിനൊപ്പം പിടിക്കാൻ പറ്റാറുണ്ടോ? അതെ, അങ്ങനെ അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് രണ്ട് ടീമും. അതുകൊണ്ട് നമ്മൾ മാത്രമായിട്ടില്ല, അവരില്ലാതെ നമ്മളില്ല, രണ്ടുപേരും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവര് തന്നെയാണ്. ഇത്രയും ആൾക്കാർ ഒരു കുടുംബത്തെ തന്നെ പാട്ടിന്റെ പേരിൽ പിടിച്ചു നിർത്തുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ പല ഭജൻസും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആകുമായിരിക്കും. എന്തായാലും മുന്നോട്ടുള്ള വഴികളിലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.